നമസ്കാരം. തോക്കുകളും മിസൈലുകളും കൊണ്ട് മാത്രമല്ല യുദ്ധങ്ങൾ പലപ്പോഴും ജയിക്കുന്നത്, മറിച്ച് അത് സഹനശക്തിയുടെയും സമയത്തിന്റെയും കൂടി കളിയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ പുകയുന്ന സംഘർഷത്തിൽ ലോകം ഉറ്റുനോക്കുന്നത് ആരുടെ കൈവശമുള്ള ആയുധങ്ങളാണ് കൂടുതൽ പ്രഹരശേഷിയുള്ളത് എന്നതല്ല, മറിച്ച് ആരുടെ ക്ലോക്ക് കൂടുതൽ നേരം ചലിക്കുമെന്നാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്ക ഇപ്പോൾ വർധനക്കെണിയിൽ വീണിരിക്കുകയാണ്. നയതന്ത്ര വിദഗ്ധരാണ് ഇക്കാര്യം വിലയിരുത്തിയത്. ഇറാനെതിരെ ശാരീരികമായ ആക്രമണം അഴിച്ചുവിടാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ നിയന്ത്രിക്കാൻ അമേരിക്കയെ കൊണ്ട് സാധിക്കില്ല. ഇറാനെതിരെയുള്ള ഏതൊരു സൈനിക നീക്കവും മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളെയാണ് നേരിട്ട് ബാധിക്കുക. ഹൂതികൾ, ഹിസ്ബുള്ള തുടങ്ങിയ തങ്ങളുടെ പ്രോക്സികളുടെ സ്വന്തം മിസൈൽ ശേഷിയിലൂടെയും ഗൾഫ് എണ്ണപ്പാടങ്ങളെയും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയും തകർക്കാൻ ഇറാന് കഴിഞ്ഞു. അമേരിക്ക ഇറാനിൽ വരുത്തുന്ന നാശനഷ്ടങ്ങളെക്കാൾ വലിയ വേദന പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാമ്പത്തിക താൽപര്യങ്ങൾ വരുത്താൻ ഇറാന് കഴിയുമെന്ന് വരുമ്പോൾ അമേരിക്കയുടെ സൈനിക മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടുന്നു. ഈ പ്രതിസന്ധിയെയാണ് സ്റ്റാർഫീൽഡ് അമേരിക്കയുടെ ലിമിറ്റേഷനായി കാണുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ലോകത്തിന്റെ ഊർജ പ്രവാഹത്തെ നിയന്ത്രിക്കാൻ ഇറാന് കഴിയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക ആണവായുധം പോലെയാണ്. ടാങ്കറുകൾ തടയുന്നതിലൂടെ ആഗോള എണ്ണ വിപണിയിൽ സൃഷ്ടിക്കപ്പെടുന്ന ചങ്ങല പ്രതികരണങ്ങൾ അമേരിക്കയുടെ പാശ്ചാത്യ രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കും. ഒരു മിസൈൽ പോലും പ്രയോഗിക്കാതെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ കഴിയുന്ന ഈ ശേഷി അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെക്കാൾ കരുത്തുള്ളതാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കടലിടുക്കിൽ കാവൽ നിൽക്കുമ്പോഴും ഇറാന്റെ അദൃശ്യമായ മേൽക്കൈ അവിടെ നിലനിൽക്കുകയാണ്. കടലിടുക്കിലെ ഉടമസ്ഥാവകാശം അവകാശപ്പെടാൻ ട്രംപ് ശ്രമിക്കുന്നത് ഈ ഭീഷണിയെ പ്രതിരോധിക്കാനാണ് എങ്കിലും അതൊക്കെ മറ്റൊരു മേഖലയിൽ, അതായത് ഈ മേഖലയിലെ വൻ യുദ്ധത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. റഷ്യയും ചൈനയും ഇറാനോട് പുലർത്തുന്ന തന്ത്രപരമായ അടുപ്പം ഈ പോരാട്ടത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ ചൈനയുമായി എണ്ണക്കച്ചവടം നടത്തുന്നതും റഷ്യയിൽ നിന്നും അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതും ഇറാന്റെ ക്ലോക്കിന് കൂടുതൽ ഊർജം നൽകുന്നുണ്ട്. ഡോളർ ഇതര വ്യാപാരങ്ങളിലേക്ക് ഇറാൻ നീങ്ങുന്നത് അമേരിക്കയുടെ ആഗോള സാമ്പത്തിക ആധിപത്യത്തിന് തന്നെ വെല്ലുവിളിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറാനെ സൈനികമായി തകർക്കുക എന്നത് അമേരിക്കയ്ക്ക് എളുപ്പമാകാത്ത കാര്യമായി മാറുകയാണ്. സ്റ്റാർഫീൽഡ് സൂചിപ്പിച്ചതുപോലെ ഇറാനിയൻ ഘടികാരത്തിന് ദൈർഘ്യം കൂടുന്നത് ഈ അന്താരാഷ്ട്ര പിന്തുണ കൂടി കണക്കിലെടുത്താണ്. പശ്ചിമേഷ്യയിൽ സമാധാനം എന്നത് ഇപ്പോഴും വിദൂരമായ ഒരു സ്വപ്നമാണ്. ആയുധബലത്തിൽ അമേരിക്ക മുന്നിലാണ് എങ്കിലും സമയത്തിന്റെ പോരാട്ടത്തിൽ ഇറാൻ പതറാതെ നിൽക്കുകയാണ്. ഹോർമൂസിലെ ഓരോ തിരമാലയും ഇറാനിലെ ഓരോ തന്ത്രപരമായ നീക്കവും ലോകത്തോട് പറയുന്നത് ഒന്ന് മാത്രമാണ്: ഈ യുദ്ധം വെറുമൊരു പ്രത്യാക്രമണമല്ല, മറിച്ച് ആരുടെ ക്ഷമയാണ് ആദ്യം പരീക്ഷിക്കപ്പെടുന്നു എന്നതിന്റെ പരീക്ഷണം കൂടിയാണ്. അമേരിക്ക ഒരു വർധനക്കെണിയിൽ നിന്നും കരകയറാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ ഘടികാരം കൃത്യമായി ചലിപ്പിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ്. വരും നാളുകളിൽ തന്നെ ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതവും ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയുമായിരിക്കും ഈ ഘടികാര പോരാട്ടത്തിന്റെ വിജയിയെ നിശ്ചയിക്കുക. അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.